അൻവറിന്റെ UDF പ്രവേശം വി.ഡി. സതീശനെ പിന്തുണച്ച് തിരുവഞ്ചൂരും. സതീശൻ പറഞ്ഞത് UDF നിലപാട്. തീരുമാനം UDF ചർച്ച ചെയ്ത് എടുത്തതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. UDFിന് വരാനിരിക്കുന്നത് സുവർണ കാലഘട്ടമാണ്. LDF മുങ്ങുന്ന കപ്പലാണെന്നും LDFിലെ ഘടകകക്ഷികൾക്ക് അത് ബോധ്യമായിട്ടുണ്ടെന്നും തരൂരിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. തരൂർ വിഷയം കേരളത്തെ ബാധിക്കുന്ന കാര്യമല്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുവാൻ സ്കൂളുകൾ ഏറ്റെടുക്കുന്നത് നിർത്തണം. ഭരണകൂടം വേറെ സംവിധാനം ഒരുക്കണം. സ്കൂളുകളിൽ ഇങ്ങനെ അധ്യയനം ഒഴിവാക്കുന്നത് ശരിയല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. നിലപാട് UDFിനകത്ത് ചർച്ച ചെയ്തു. UDF ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം എന്ത് പുതിയ സംഭവവികാസം ഉണ്ടായിട്ടുള്ളത്? ഇനി അൻവറിൻ്റെ പക്ഷം നോക്കിയാൽ അൻവറിൻ്റെ പക്ഷം എന്താ? ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ചു. ആ മത്സരിച്ചതാണ് ഒരു സ്റ്റാറ്റസ് എന്ന് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. നമ്മളിപ്പോൾ ഒരു മേജർ ഗെയിമിൽ നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനം, അതിനെതിരായിട്ട് ജനശക്തി ആളിക്കത്തുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരുണ്ടായത്. നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റല്ലോ. ഒരിടത്ത് മാത്രം, ചേലക്കര മാത്രം പഴയതിനേക്കാൾ അവർക്ക് വോട്ടിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും എണ്ണം കുറഞ്ഞുപോയി. അങ്ങനെ ആ നിലയിൽ നിൽക്കുന്ന ഒരു മുന്നണി യഥാർത്ഥത്തിൽ മുങ്ങുന്ന മുന്നണിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? അതുകൊണ്ട് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുക. LDF അല്ലെങ്കിൽ UDF എന്ന പൊളിറ്റിക്സാണ് എന്നല്ലേ എല്ലാവരും പറയുന്നത്. LDFിൻ്റെ 2 ഊഴം കഴിഞ്ഞില്ലേ? ഇനി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു കാലഘട്ടം, സുവർണ കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആ പോകുന്ന കാലം ഒരിക്കലും ഗ്ലാനി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സമീപനം ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. i4U ന്യൂസ്, ഏറ്റുമാനൂർ.